الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാനിലെ നോമ്പും അതുപോലെ തന്നെ ഖിയാമും എല്ലാമായിക്കൊണ്ട് സജീവമായി പള്ളികളും വീടുകളും എല്ലാം ആ ഒരർത്ഥത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ പരിപൂർണമായും നോമ്പിന്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ നോമ്പ്, സൗമി എന്ന വാക്കിന് ഭാഷയിൽ അർത്ഥം അൽ ഇംസാഖ് എന്നാണ്. ഇംസാഖ് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്നാണ്. ശറഇൽ മതപരമായി അതിനെ വിവക്ഷിക്കുന്നത് അൽ ഇംസാഖു അനിൽ മുഫ്തിറാത്തി മഅ ഇഖ്തിറാനി നിയ്യതി ബിഹി മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്. തുലൂഉശംസ് മുതൽ പിന്നെ പ്രഭാതം മുതൽ പ്രദോഷം വരെ, ഗുറൂബു ശംസ് വരെ നിയ്യത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നിയ്യത്തോടുകൂടി അതിനെ ബാത്തിലാക്കി കളയുന്ന, നോമ്പിനെ ഇല്ലാതാക്കി കളയുന്ന എല്ലാറ്റിൽ നിന്നും, എല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെയും ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും പിടിച്ചു വെക്കലാണ് നോമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ നോമ്പ് പരിപൂർണമാവണമെങ്കിൽ അതിന്റെ പരിപൂർണതയും പൂർത്തീകരണവും നടക്കുന്നത് ബിജ്തിനാബിൽ മഹ്ലൂറാത്തി വഅദമിൽ വുഖൂഇ ഫിൽ മുഹറമാത്ത്, ഹറാമാക്കപ്പെട്ട സംഗതികളിൽ ചെന്ന് വീഴാതെ, അതുപോലെ തന്നെ മംനൂ ആയിട്ടുള്ള വിലക്കപ്പെട്ട കാര്യങ്ങളിലൊന്നും തന്നെ സംസാരമാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും എല്ലാം അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ചെന്നു പതിക്കാതെ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഈ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല, അതിന്റെ പരിപൂർണതയ്ക്ക് ഇത്തരം സംഗതികൾ കൂടി പാലിക്കുമ്പോഴാണ് അതിന്റെ കമാലിയത്ത് ലഭിക്കുക, പരിപൂർണതയിലെത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. من لم يدع قول الزور والعمل به فليس لله حاجة في أن يدع طعامه وشرابه. ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, അവന്റെ നോമ്പ് അവൻ ഭക്ഷണങ്ങൾ ഒഴിവാക്കി, വെള്ളം ഒഴിവാക്കി, അതുമാത്രമാണ്. പക്ഷേ മല്ലം യദഅ ഖൗല അസ്സൂർ വൽ അമല ബി, മോശം സംസാരങ്ങളോ പ്രവൃത്തികളോ ഒരാൾ കൈയൊഴിയുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു, അവൻ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് അല്ലാഹ്ക്ക് യാതൊരു ആവശ്യവുമില്ല. ആ നോമ്പുകാരന്റെ നോമ്പ് അല്ലാഹ്ക്ക് ഒരു നിലക്കും അല്ലാഹുവിന് ആവശ്യമില്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ എല്ലാ അർത്ഥത്തിലും ക്ഷമ അവലംബിച്ചുകൊണ്ട് വളരെ അവധാനതയിൽ എല്ലാ രംഗത്തും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചും ശ്രദ്ധിച്ചു മുന്നോട്ട് പോവേണ്ട ഒന്നായതുകൊണ്ടാണ് അല്ലാഹു തആല അളവറ്റ പ്രതിഫലമാണ് നോമ്പുകാർക്ക് നൽകുക എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഖുദുസിയായ ഹദീസിൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല തന്നെ നേരിട്ട് പറയുന്ന ഒരു വാക്യം, യഖൂലുല്ലാഹു തബാറക വ തആല കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സൗം, എല്ലാ പിന്നെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളും അത് അവർക്കുള്ളതാണ്, ഇല്ല സൗം, നോമ്പൊഴികെ. എന്നിട്ട് അല്ലാഹു പറയുന്നു ഫഇന്നഹു ലീ വഅന അജ്സി ബി, അത് എനിക്കുള്ളതാണ്, ഞാൻ അവന് അളവറ്റ പ്രതിഫലം നൽകുമെന്നാണ്. എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇത് അള്ളാഹു പ്രത്യേകമാക്കി തന്നിലേക്ക് ചേർത്തി പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമത്തത് നമ്മുടെ മനസ്സിന്റെ ഇച്ഛകളെയൊക്കെ നമ്മൾ അടക്കി വെക്കുകയാണ്. ഇപ്പൊ പകൽ സമയങ്ങളിൽ നമുക്ക് അനുവദിക്കപ്പെട്ട സംഗതികളിൽ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന വന്നതുകൊണ്ട് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നു. പക്ഷെ അത് എനിക്ക് ജീവിതത്തിൽ ഹലാലായതാണ്.
എനിക്ക് ഭക്ഷണം ഹലാലാണ്, അതുപോലെ തന്നെ മറ്റു പിന്നെ നമ്മുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ, ഷഹ്വത്തുകൾ, ഇച്ഛകൾ, ആഗ്രഹങ്ങൾ അതെല്ലാം പലതും എനിക്ക് അനുവദിക്കപ്പെട്ടതാണെങ്കിൽ കൂടി പകൽ സമയത്ത് അല്ലാഹു തആല അതൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പടച്ചോൻ പറഞ്ഞതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ അത് ഉപേക്ഷിക്കുകയാണ് എന്ന് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവും അവന്റെ അടിമയും തമ്മിലുള്ള ഒരു രഹസ്യമാണ്. അവർ തമ്മിലുള്ള അടിമയും ഉടമയും അവർക്കിടയിലുള്ള ഒരു രഹസ്യ ഇബാദത്താണ് ആ നോമ്പിനെ പറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ യഥാർത്ഥം അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം അത് എങ്ങനെയാണ് ഞാൻ കൊടുക്കേണ്ടത് എന്ന് അല്ലാഹു തആല തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അത് അവന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ക്ഷമയുടെ എല്ലാ പാഠങ്ങളും പഠിപ്പിക്കുന്ന ഒന്നാണല്ലോ നോമ്പ്. അതുകൊണ്ടാണ് നോമ്പുകാർ പിന്നെ ക്ഷമാലുക്കൾക്ക് അല്ലാഹു പ്രതിഫലം പറഞ്ഞെടുത്ത് അല്ലാഹു പറഞ്ഞത് എന്താണ്? ഹിസാബ് കൂടാതെ, കണക്കില്ലാതെ പടച്ചോൻ ക്ഷമാലുക്കൾക്ക് പ്രതിഫലം കൊടുക്കുമെന്നാണ്. ഈ ക്ഷമയാണ് യഥാർത്ഥത്തിൽ നോമ്പിലൂടെ ഒരു സത്യവിശ്വാസി പിന്നെ അവൻ ഉൾക്കൊള്ളുന്നതും കൈകൊള്ളുന്നതും. അതാണ് നോമ്പിലൂടെ പഠിക്കുന്ന ഏറ്റവും വലിയ ഉദാത്തമായ പാഠം എന്നുള്ളത്. പ്രിയമുള്ളവരെ, നോമ്പ് അതിന്റെ പരിപൂർണതയിൽ ആ രൂപത്തിൽ ഉൾക്കൊള്ളുവാനും അതിനെ പരിപൂർണാർത്ഥത്തിൽ അനുഷ്ഠിക്കുവാനും നമുക്ക് സാധിക്കണം. വെറും അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുകയല്ല, സംസാരങ്ങൾക്കും നമ്മുടെ മറ്റു ഇടപാടുകളിലും എല്ലാ രംഗത്തും നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ആ രൂപത്തിൽ നോമ്പിനെ നോക്കിക്കാണുവാനും ആ അർത്ഥത്തിൽ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ നോമ്പുകാരായി മുന്നോട്ടു പോകുവാൻ നമ്മൾ ശ്രദ്ധിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാർക്ക് പ്രത്യേകം സജ്ജമാക്കി അറിയാൻ കവാടത്തിലൂടെ സ്വർഗം പുൽകുന്ന, സ്വർഗം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.